വിവിധ സംഘടനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വേനൽമഴ കുട്ടികളുടെ സഹവാസ ക്യാമ്പ് ആരംഭിച്ചു. അല്ലന്റെ തിയേറ്റേഴ്സ്, വി കെ രാജൻ വായനശാല, ബാലവേദി, വായനാക്കളരി, വനിതാവേദി, കിഴക്കുംഭാഗം പ്രവാസി കൂട്ടായ്മ എന്നീ സംഘടനകളുടെ ആഭിമുഖ്യത്തിലാണ് പുല്ലൂറ്റ് വട്ടപ്പറമ്പിൽ ക്ഷേത്രം ഹാളിൽ വേനൽമഴ കുട്ടികളുടെ സഹവാസ ക്യാമ്പ് ആരംഭിച്ചത്. 2 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പ് നാളെ സമാപിക്കും. ഇന്ന് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഗോപിക സിരിൻ സ്വാഗതം ആശംസിച്ചു. CS ജയരാമൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഡാവിഞ്ചി സുരേഷ് മുഖ്യാതിഥിയായി പങ്കെടുത്ത ക്യാമ്പിൽ അതിഥി ഉണ്ണികൃഷ്ണൻ നന്ദി പറഞ്ഞു. VA സന്തോഷ് കുമാർ, PS അനിൽകുമാർ, അജിത് കുമാർ, വിനിറ്റ രതീഷ്, സ്മിത അനിൽദാസ്, ബബിത ജിജോ, നീതു രാജേഷ്, KR ബിജോയ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ബെന്നി മനോജ്, രാജേഷ് സുബ്രഹ്മണ്യൻ, ഗിരീഷ് മാസ്റ്റർ, VS ശ്രീജിത്ത്, റഷീദ്, സുഫ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകും. ഭക്ഷണത്തിന് വേണ്ടി അറിഞ്ഞ ഒരാളെ തല്ലിക്കൊന്നാണ്. മധു എങ്ങനെയായിരുന്നു എന്നുള്ളത് തന്നെയല്ല ഞാൻ പറയുന്നത്. പക്ഷെ മധു മനുഷ്യനോട് ചെയ്ത ആ പ്രവൃത്തി ഉണ്ടല്ലോ, അത് ശരിയല്ല. അതിനൊരു പ്രതിഷേധം വേണമെന്ന് തോന്നിയപ്പോൾ ഞാനൊരു കുറച്ച് കളിമണ്ണ് എടുത്തിട്ട് ഒരു ശില്പം കൂടി ഉണ്ടായി. അത് കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിലൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു ശില്പമായിരുന്നു മധുവിന്റെ ശില്പം എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് പത്രങ്ങളിൽ ഒരു മുഖചിത്രമായിട്ട് ആ ഒരു ശില്പം വന്നിട്ടുള്ള. അപ്പൊ അത് നമ്മള് ഒരു പ്രതിഷേധമായിട്ട് ചെയ്തത് ജനങ്ങളുടെ മുമ്പിൽ എല്ലാവർക്കും എത്താൻ സാധിച്ചെന്നുള്ള. അതുപോലെ തന്നെ നമുക്കൊരു പ്രളയം വന്ന സമയത്ത് നമുക്കറിയാം, ഈ വഞ്ചിക്കൊക്കെ ബോട്ടിനൊക്കെ വന്ന ആളുകളും മത്സ്യത്തൊഴിലാളികളും കുറെ പേരെ നമ്മൾ രക്ഷിച്ചതാണ്. അപ്പൊ അതുപോലെ ഒരു പ്രളയ സ്മാരക ശില്പം ഉണ്ടാക്കിയത് ഈ കഴിഞ്ഞ പ്രളയ സമയത്താണ്. അത് ഒരു അർദ്ധഭൂമികോളമായിരുന്നു അതിന്റെ ബേസ്മെന്റ്. അതിലൊരു തിരമാലകൾക്കുള്ളിൽ ഒരു വഞ്ചിയിൽ നിന്നിട്ട് കുറെ മത്സ്യത്തൊഴിലാളികൾ കേരളത്തെ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ശില്പമാണ് ഞാൻ ചെയ്തത്. അതിലൊരു ഹെലികോപ്റ്റർ ഉണ്ട്. ആ ഹെലികോപ്റ്റർ കയറിങ്ങനെ തൂങ്ങി ആ കേരളത്തെ ഉയർത്താൻ സഹായിക്കുന്നതായിട്ടും അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ആ ശില്പം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു ശില്പമാണ്. അത് കേരള ലളിതകലാ അക്കാദമി ഏറ്റെടുക്കുകയും അവിടെ അവരത് സെക്രട്ടേറിയറ്റിന് മുൻപിൽ വെച്ച് ലേലം ചെയ്യുകയും അതിൽ നിന്ന് കിട്ടിയ 1 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുക്കുകയും ചെയ്തു. എനിക്ക് അതിലും കൂടുതൽ സന്തോഷമായത് ആ ശില്പം ഇരിക്കുന്നത് നിയമസഭ